മെയ് 4 കഴിയുമ്പോൾ, അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാലിൻ്റെ വില കൂട്ടാനുള്ള ശ്രമത്തിലാണ് മിൽമ. പാല് കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി പാല് മാത്രമാണോ? ഗ്യാസിൻ്റെ വില കൂടും, ഒപ്പം പെട്രോൾ ഡീസലിൻ്റെയും വിലയും കൂടുന്നു. മറ്റൊന്നുമല്ല, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടായി. ഇനി പഴയതുപോലെ ഭരിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നികുതി കൂട്ടാം. പറഞ്ഞ വാക്കുകളൊക്കെ ജനത്തോട് മറന്നു തുടങ്ങുന്നു. അപ്പോൾ ഇനി മറ്റൊരു ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും പുതിയ വാഗ്ദാനങ്ങൾക്ക്. എന്തായാലും ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഉറപ്പിക്കുക, പാലിന് വില കൂടിയിരിക്കും. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും അപ്രഖ്യാപിത വില കൂട്ടലുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പാലിന് 52 രൂപയാണ് 1 ലിറ്റർ പാലിന് സൊസൈറ്റികളിൽ. പക്ഷേ ഇപ്പോൾ പലയിടങ്ങളിലും 54, 55, 60 രൂപ മുതൽ വരെ വാങ്ങുന്ന പാൽ സൊസൈറ്റികളുള്ള കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു പുതരിയല്ല, പുതുമയല്ല. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. നല്ല നല്ല വാർത്തകളുമായി നമുക്ക് വേഗം വീണ്ടും കാണണം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.